വചനം പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടി ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ആമീൻ ഇന്ന് ഈ താഴ്ത്തുവടകര പ്രദേശത്ത് പങ്കുവെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ മദ്യവും മയക്കുമരുന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഒരു മാനസിക രോഗിയായി ഭ്രാന്തനായി വഴിയോരങ്ങളിൽ ആർക്കും വേണ്ടാത്ത തലത്തിൽ മാറിയ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് ഈ സുവിശേഷ സന്ദേശമാണ്. ജീവിതത്തിന്റെ വഴിത്താരയിൽ ഏതെങ്കിലും പ്രശ്നത്തിന് നടുവിൽ തകർന്നു പോയിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മനുഷ്യന് ആമീൻ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ കഴിയുമെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ലഭിക്കപ്പെടുവാനിടയായി തീരും. നമുക്കറിയാം, ഈ ഓണക്കാലത്ത് വിൽക്കപ്പെട്ട മദ്യത്തിന്റെ കണക്ക് നാം പരിശോധിച്ചപ്പോൾ ഏകദേശം 920 കോടി രൂപയുടെ മദ്യം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ വിൽക്കപ്പെടുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഇതുപോലെയുള്ള ലഹരിയുടെ ഉപയോഗങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ താറുമാറാക്കി കളയുവാനിടയായി തീരും. ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓഡിയൻസ് ഒന്നുമില്ലെങ്കിലും ഈ സന്ദേശം ഒരാളെങ്കിലും ശ്രദ്ധിക്കുന്നുവെങ്കിൽ സ്നേഹിത, ജീവിതത്തിന്റെ വഴിത്താരയിൽ ആമീൻ ഒരു ആമീൻ ലഹരിയും ആമീൻ നിങ്ങളെ രക്ഷിക്കുകയില്ല, നിങ്ങൾക്ക് സമാധാനം നൽകുകയില്ല എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. മൈക്കിന്റെ ശബ്ദം ഞങ്ങൾ ഉപയോഗിക്കാതെ ഈ സന്ദേശം ഇവിടെ നിന്ന് ഈ ചുറ്റുവട്ടത്ത് മാത്രം കേൾക്കത്തക്ക നിലയിൽ പറയുന്നതിന്റെ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലെ 2 മദ്യപാനികൾ ഞങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഞങ്ങളെ മാനസികമായി പീഡിപ്പിക്കുവാനിടയായി തീർന്നു. അത് നിമിത്തം ആമീൻ ശബ്ദം ഒരു പ്രയാസമാകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ആമീൻ മനുഷ്യന്റെ ദൈവം തന്നിരിക്കുന്ന ശബ്ദത്തിൽ ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടി ദൈവം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്നേഹിത, താങ്കളുടെ ജീവിതത്തിന്റെ തകർച്ചകൾ പരിഹരിക്കപ്പെടേണ്ടതിനു വേണ്ടി, താങ്കളുടെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ആമേ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ലോകത്തിന്റെ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ആളല്ല കേട്ടോ. യേശു ക്രിസ്തു ഒരു സംഘടനയുടെ ആളല്ല. യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ ദൈവമല്ല. യേശു ക്രിസ്തു മനുഷ്യജാതിയായി പിറന്ന സകല മനുഷ്യരുടെയും ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിന്റെ 14 ജില്ലകളെ നാം നോക്കുക. 14 ജില്ലകളിൽ പ്രിയപ്പെട്ടവരെ വിൽക്കപ്പെട്ട മദ്യത്തിന്റെ കണക്ക് 920 കോടി രൂപയുടെ മദ്യമാണ് ഓണക്കാലത്ത് ഒരാഴ്ചക്കകം വിൽക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. മറ്റൊരർത്ഥം ഒരുപാട് കുടുംബങ്ങൾ തകർക്കപ്പെടുവാൻ കാരണമാകുന്നു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ താഴ്ത്തുവടകര സ്വദേശികളോട്, സ്ഥാപന ഉടമകളോട് എനിക്ക് പറയുവാനുള്ള സന്ദേശം ഇതാണ്: ആമീൻ, നാം ഇതിൽ നിന്ന് ഒഴിവാകണം. ഞങ്ങളുടെ കൂട്ടത്തിൽ വരാനായിട്ടല്ല, പിന്നെയോ പാപത്തിന്റെ വഴികളെ വിട്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ വാക്കുകൾ അധികം നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അനേക ഇടങ്ങളിൽ ഈ സന്ദേശം എത്തിക്കേണ്ടതുകൊണ്ട് പ്രിയരെ, ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപവഴികൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ആ പാപത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.